ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസന്വേഷണം CBIക്ക് തൃശൂർ ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന കേസാണ് CBIക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കിയത്. ഇതുവരെയുള്ള അന്വേഷണ രേഖകൾ നേരിട്ട് ദില്ലിയിൽ എത്തിക്കാനാണ് നിർദ്ദേശം. അൽ-അമീൻ തോട്ടുമുക്കമാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൽ-അമീൻ, ഈ ഹൈറിച്ച് കേസ് അന്വേഷണം നടത്തിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ഹൈറിച്ചിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പ്രകാരം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് ED പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് CBIയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്? ഇതിന്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നുണ്ട്. ബിനിലെ, ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാമത്തെ കേന്ദ്ര ഏജൻസി കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. നിലവിൽ ചേർപ്പ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ പറയുന്നത് ഈ ഹൈറിച്ചിലെ പ്രതാപനും ഭാര്യയും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി കോടികൾ സമാഹരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി ഇതിന്റെ ലിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന ഏജൻസി മാത്രം അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനേക്കാൾ വിശാലമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് DGP ഉൾപ്പെടെ ശുപാർശയായി നൽകിയത്. അങ്ങനെ ആ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ കേസ് അന്വേഷണം CBIക്ക് വിട്ടത്. എന്ന് മാത്രമല്ല, ഫിനാൻസ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ സെക്രട്ടറി സഞ്ജയ് കൗളും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിടണമെന്ന നിർദ്ദേശം സർക്കാരിന് നൽകിയിരുന്നു. ഈ ഉത്തരവിറങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. രഹസ്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം സർക്കാർ തലത്തിൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയിരുന്നു. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡൽഹിയിൽ എത്തിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പെർഫോമ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഇതുവരെയുള്ള അന്വേഷണ രേഖകൾ നേരിട്ട് ഡൽഹിയിൽ CBI ഓഫീസിലും അതുപോലെ തന്നെ പേഴ്സണൽ മന്ത്രാലയത്തിലും എത്തിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. ഇതിനായി എക്കണോമിക്സ് ഡിഫൻസ് വിങ്ങിലെ ഒരു DYSPയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഉത്തരവിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ട് ഉത്തരവ് എത്തിക്കാനാണ് നിർദ്ദേശം. അതിന് പുറമെ ഓൺലൈനായിട്ട് ഇമെയിൽ വഴി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ CBIക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാമത്തെ ഒരു കേന്ദ്ര ഏജൻസി കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് DGP ഉൾപ്പെടെ സംസ്ഥാന പോലീസ് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നതിന് കാരണം സംസ്ഥാനത്തിന് പുറത്തും ഇതിന്റെ ലിങ്കുകളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഈ ഹൈറിച്ച് കമ്പനിയുടെ ഉടമകൾ പണം സ്വരൂപിച്ചിട്ടുണ്ട്, സമാഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ഏജൻസിയിൽ മാത്രം അന്വേഷണം നടത്തില്ല, അതുകൊണ്ട് മാത്രം ഒതുങ്ങില്ല. അതിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന് കേന്ദ്ര ഏജൻസി അന്വേഷണം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DGP ഉൾപ്പെടെ CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയതും ഇപ്പോൾ സർക്കാർ കാര്യത്തിൽ അനുകൂലമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നതും. ബിനിൽ, തൃശ്ശൂരിലെ ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പുറത്തും കണ്ണികളുള്ള ഒരു വലിയ തട്ടിപ്പ് കേസായതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുന്നതെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. അൽ-അമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.